നമസ്കാരം. ഇന്നലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാടക വീടിന് മുന്നിൽ നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പലരും സമൂഹ മാധ്യമങ്ങളിൽ പല കുറിപ്പുകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ പിണറായി വിജയനെ ഉപമിക്കുന്നത് സന്ദേശം സിനിമയിലെ KP പൊതുവാൾ എന്ന മാമുക്കോയുടെ കഥാപാത്രത്തെയാണ്. ഈ മാമുക്കോയുടെ കഥാപാത്രം ചുറ്റും നിൽക്കുന്ന അനുയായികളോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജീവൻ കളഞ്ഞും നേതാവിന് ചുറ്റും നിന്ന് എന്നെ സംരക്ഷിക്കണം എന്നാണ് ഇതിലെ ഈ KP പൊതുവാൾ എന്ന മാമുക്കോയുടെ കഥാപാത്രം ആഹ്വാനം ചെയ്യുന്നത്. അതുപോലെയാണ് പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തകരോട് ഇനി നമുക്ക് ഒന്നിച്ച് നീങ്ങാം എന്ന രീതിയിൽ പ്രസംഗിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ പലരുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും തന്നെ അവരുടെ പെൺമക്കൾ കാരണം ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യം നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിരുന്ന പലരുടെയും ആൺമക്കളുടെയൊക്കെ തന്നെ പേരിൽ പലപ്പോഴും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർക്ക് പോലും അത്തരത്തിലുള്ള ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈ പെൺമക്കളെ കൊണ്ട് അവർക്ക് ആർക്കും തന്നെ യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടില്ല. ഐക്യകേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന EMSൻ്റെ കാര്യം തന്നെ എടുക്കുക. അദ്ദേഹത്തിൻ്റെ പെൺമക്കളായ ഡോക്ടർ മാലതിയും രാധയുമൊക്കെ എല്ലാ കാലത്തും ലൈംലൈറ്റിൽ നിന്ന് അകന്നു നിന്നവർ തന്നെയായിരുന്നു. അവർ ഒരിക്കലും സെക്രട്ടേറിയറ്റിലോ അധികാരത്തിൻ്റെ ഇടനാഴിയിലോ ഒന്നും തന്നെ കയറി ഇറങ്ങി അച്ഛൻ്റെ കെയർ ഓഫിൽ ഒന്നും നേടിയതായി ആരും അവിടെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല. എല്ലാ കാലത്തും അവർ അവരുടേതായ രീതിയിൽ മാന്യമായി തന്നെ ജീവിച്ചു. മറ്റൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി CPI-കാരനായ C. അച്യുതമേനോനായിരുന്നു. രാധ, സതി എന്നീ രണ്ട് പെൺമക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. EK നായനാർക്ക് രണ്ട് പെൺമക്കളായിരുന്നു, ഉഷയും സുധയും. പിന്നെയുള്ളത് PK വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ശാരദ മോഹൻ പൊതുരംഗത്തൊക്കെ തന്നെ ഇപ്പോൾ സജീവമാണ് എങ്കിൽ പോലും അവരാരും തന്നെ ഒരിക്കലും അധികാരത്തിന് ഇടനാഴിയിലേക്ക് കടന്നു കയറിയത് നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ ശ്രദ്ധേയമായ ഒരു പേരാണ് VS അച്യുതാനന്ദൻ്റെ മകൾ ഡോക്ടർ VV ആശയുടേതും. അവർ അറിയപ്പെടുന്നൊരു ഗവേഷക കൂടിയാണ്. അവരവരുടെ ലോകത്ത് ഒതുങ്ങിക്കൂടിയതല്ല, അതായത് ജോലിയുള്ളവർ ആ മേഖലയിലും മറ്റുള്ളവർ കുടുംബത്തിലുമൊക്കെ തന്നെ ഒതുങ്ങിക്കഴിഞ്ഞതല്ലാതെ സ്വകാര്യ സംരംഭകരാകാൻ വേണ്ടി കളങ്കിത വ്യക്തിത്വങ്ങളുടെ ആരുടെയും പുറകെ പോയതായി നമ്മൾ ഇത്രയും കാലം കേട്ടിട്ടേയില്ല. പലപ്പോഴും ഇവർ TV ക്യാമറകളിൽ നിന്നൊക്കെ തന്നെ വളരെ അകന്നു നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെ ഒന്നും പേരിൽ അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നും വന്നതായി നമ്മൾ ആരും തന്നെ കേട്ടിട്ടുമില്ല. ഏതായാലും ഇപ്പോൾ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആദ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മകൾ കാരണം ഇപ്പോൾ ഇത്തരത്തിൽ നട്ടം തിരിയുന്നതും ഒരുപക്ഷെ നാളെ ജയിലിൽ പോകാനും പോലും സാധ്യതയുള്ള ഒരവസ്ഥയും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വകാര്യ മൂലധനത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്ന സങ്കല്പങ്ങളെയൊക്കെ തന്നെ മാറ്റി എഴുതുന്ന രീതിയിലാണ് ഇപ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ മകളുമൊക്കെ തന്നെ വ്യവസായ സംരംഭകരായത് എന്നുള്ളത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഇവർ ആരുടെയൊക്കെ സഹായം തേടിയിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവരിൽ പലരും കളങ്കിത വ്യക്തിത്വങ്ങളാണ് എന്നുള്ള സത്യവും ഇവിടെ നമ്മെ നോക്കി, അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ സ്മരണകളെ നോക്കി പല്ലിളിച്ച് കാട്ടുന്നുണ്ട്. ആലപ്പുഴ വലിയ ചുടുകാട്ടിലും കണ്ണൂരിലെ പയ്യമ്പലത്തുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പഴയകാല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ അവരുടെ ആത്മാക്കൾ ഇക്കാര്യത്തിലെങ്കിലും ഇപ്പോൾ സമാധാനിക്കുന്നുണ്ടാവും. എന്നുമല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പെൺമക്കളെങ്കിലും ഞങ്ങൾക്ക് പേരദോഷം ഉണ്ടാക്കിയില്ലല്ലോ എന്നായിരിക്കാം അവർ നമുക്ക് അജ്ഞാതമായ ലോകത്തിരുന്ന് ചിന്തിക്കുന്നത്. ഏതായാലും പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനുള്ള അദ്ദേഹത്തിൻ്റെ വാടക വീട്ടിൽ നടത്തിയ EDക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളും പരാക്രമങ്ങളും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങളുമൊക്കെ ഒരു പിതാവിൻ്റെ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള തത്രപ്പാടും വെപ്രാർത്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിൽ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും ഈ ഒരു ഗതികേട് സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. EMSനോ നായനാർക്കോ അച്യുതമേനോനോ PK വാസുദേവൻ നായർക്കോ VS അച്യുതാനന്ദനോ ഒന്നും നേടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിൽ അദ്ദേഹം ഇപ്പോൾ മകളുടെ പേരിൽ പ്രതിക്കൂട്ടി നിൽക്കുകയും ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യ കഥാപാത്രമായി മാറുകയും ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് ഉള്ളത്. ഏതായാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നാളെയും ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് ഭരണാധികാരികളാകാൻ സാധ്യതയുള്ള ആളുകളൊക്കെ തന്നെ ഒന്ന് ഓർക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അമിത ശ്രദ്ധ കാണിക്കുകയും എൻ്റെ കുടുംബമാണ് എനിക്ക് ഏറ്റവും വലുത്, ഈ നാട്ടിലെ ജനങ്ങൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും ഉണ്ടായിരിക്കുന്ന അതേ അവസ്ഥ തന്നെയായിരിക്കും വരിക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും കേരളം നമ്പർ 1 എന്ന് പിണറായി പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇക്കാര്യത്തിൽ പിണറായി നമ്പർ 1. കാരണം അദ്ദേഹത്തിൻ്റെ മകൾക്കാണ് ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന അവസ്ഥ വന്നിട്ടുള്ളത്. ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ എത്രമാത്രം ദുർബലപ്പെടുത്തി എന്നുള്ള കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എപ്പോഴും ഓർക്കുക, പഴയ തലമുറയിലെ ഒരുപാട് സഹാക്കൾ അല്ലെങ്കിൽ അവരുടെ മുൻ മുഖ്യമന്ത്രിമാർ, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നു. അവരുടെ പെൺമക്കൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പണ്ട് ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യം ഒന്ന് തിരക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും
അവരൊക്കെ ആരായിരുന്നുവെന്നും പിണറായി വിജയൻ ആരായിരുന്നു എന്നും.